ഞാൻ ഫേസ്ബുക്കിലൂടെ ഇതിൻ്റെ പരസ്യം കണ്ടു. ആ പരസ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ച് ഞാൻ ഒരു കൗൺസിലിംഗ് ഞാൻ ബുക്ക് ചെയ്തു. അവിടെ പോയി അവിടുന്ന് കിട്ടിയ ആ സംസാരം, അവിടുന്ന് കിട്ടിയ കൗൺസിലിങ്ങും, അവിടുന്ന് കിട്ടിയ അവരുടെ ആ തെറാപ്പി, ആ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ, ആ വേസ്റ്റ് ചിന്തകൾ മാറി. ശരിക്കും അനുഭവത്തിൽ നല്ല ശരിക്കും പിന്നെ ഫുൾ ഹാപ്പിയാണ്, ഫുള്ളൊരു ഹാപ്പിനെസ്സാണ്. മറ്റേ ആ എനിക്ക് മുന്നേ ഉണ്ടായ വ്യക്തിയോടുള്ള ദേഷ്യം ഫുള്ള് പോയി. ആ ദേഷ്യം പോയിട്ട് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ അവർ ചിന്തിക്കുമ്പോൾ പോലും എനിക്കിപ്പോൾ ആ ദേഷ്യം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായ കുറേ പ്രയാസങ്ങളും സംസാരങ്ങളും ടോർച്ചറി, പരിഗണനയില്ലായ്മ, ഇങ്ങനെ കുറേ വിഷയങ്ങളായിരുന്നു അത് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അത് മൊത്തം ഒന്നായിട്ട് എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കിയിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ഏകദേശം ഒരു 4 കൗൺസിലിംഗ് കഴിഞ്ഞാണ് തിരൂര്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. വളരെ നമുക്ക് ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഉഷാറായി. തെറാപ്പിയിലൂടെ കുറേ മാറ്റങ്ങൾ ഉണ്ടായത്. ഞാൻ തളിപ്പറമ്പിലാണ് ജെസിക്കാനൊക്കെ ഫസ്റ്റ് കാണുന്നത്. തെറാപ്പി ചെയ്തപ്പോൾ കുറച്ചൊരു കൂൾ മൈൻഡായി, ഒരു ഫ്രീഡം കിട്ടിയ പോലെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന തന്നെ പിന്നെ ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണെന്ന് എനിക്കൊരു ചെറിയൊരു ബോധമുണ്ട്. കാരണം പറഞ്ഞാൽ ഒരു 5-6 ആളെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഈ ഒരു കോൺഫിഡൻറ്റ് എനിക്കിപ്പോൾ കിട്ടി. ഞാൻ ആദ്യമായിട്ട് വന്നത് തളിപ്പറമ്പിലെ സക്സസ് വാലി സെൻറ്ററിലാണ്. അവിടെ വന്ന് അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളിലെ ശരിക്കും പറഞ്ഞാൽ ഈ മറ്റുള്ളവരുള്ള ദേഷ്യവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അത് മാറിക്കിട്ടി. ആ ഒരു ഫസ്റ്റ് തെറാപ്പി ചെയ്തരോ അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ 2, 3, 4 ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ആണെങ്കിലും പിന്നെ അടിപൊളി ക്ലാസ്സായിരുന്നു. ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. ശരിക്കും നമ്മളൊരു സോളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു നെഗറ്റീവ് പോയ പോലത്തെ ഒരു ഫീലിങ് അത് അവർ ഇൻഡിവിജ്വൽ ചെയ്താൽ ശരിക്കും ആഴത്തിലേക്ക് പോയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അനുഭവത്തിൽ നല്ല ശരിക്കും പിന്നെ ഫുൾ ഹാപ്പിയാണ്, ഫുള്ളൊരു ഹാപ്പിനെസ്സാണ്. മറ്റേ ആ എനിക്ക് മുന്നേ ഉണ്ടായ വ്യക്തിയോടുള്ള ദേഷ്യം ഫുള്ള് പോയി. ആ ദേഷ്യം പോയിട്ട് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ അവർ ചിന്തിക്കുമ്പോൾ പോലും എനിക്കിപ്പോൾ ആ ദേഷ്യം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവരിപ്പോൾ എനിക്ക് അതിനെപ്പോലെ തന്നെ അവരോട് നല്ല സ്നേഹമായിട്ട് എനിക്ക് തോന്നി. നല്ല ശരിക്കും തെറാപ്പി ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ക്ലാസ് പോലെ കിട്ടുന്നേ ഉള്ളൂ. ഇത് ശരിക്കും തെറാപ്പിയിലൂടെ തന്നെ ആ ഒരു ആ പ്രോബ്ലം തന്നെ ശരിക്കും കട്ടാകുന്നുണ്ടെന്നല്ല, കട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ട്. നമ്മളെ ബിഹേവിയർ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊരു താങ്ക് യു. ഞാൻ കണ്ണൂർ തളിപ്പറമ്പ് ആണ് ജെസി സാറുടെ അടുത്തേക്കായിരുന്നു എത്തിയത്. ഞാനിപ്പോൾ സാറുടെ അടുത്ത് 3 സിറ്റിംഗ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ സിറ്റിംഗ് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു എന്നുള്ളതായിരുന്നു. പിന്നെ പറഞ്ഞത് പിന്നെ NLP എന്താണ് എന്നായിരുന്നു. അപ്പം ഞാനിത് TTC കോഴ്സ് ചെയ്ത സമയത്ത് ഇതൊക്കെ അൺകോൺഷ്യസ്, കോൺഷ്യസ്, സൂപ്പർ കോൺഷ്യസ്, അതുപോലെ ചിന്താതലം, പെരുമാറ്റത്തലം, വൈകാരിക തലം, ഇതൊക്കെ ഞാൻ ഡീപ്പായിട്ട് പഠിച്ചതാണ്. പക്ഷേ ഇതൊരു തെറാപ്പി ആയിട്ടോ ഒരു ട്രീറ്റ്മെൻറ്റ് മേഖലയായിട്ടോ ഞാൻ അറിയണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ തെറാപ്പി ഉണ്ട് എന്നൊക്കെ അറിയാം, പക്ഷെ ഇതിൻ്റെ ഒരു രീതിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ രീതി എന്താണ്, തെറാപ്പി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അത് പിന്നെ സാറ് എടുത്തുകൊണ്ടാണ് അത് വ്യക്തമായി മനസ്സിലായി. പിന്നെ ഈ തെറാപ്പിയുടെ ഇതെന്താണ്, അത് എഫക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം സാറ് എടുത്തുനിന്ന് തന്നെ കിട്ടി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അത് അനുഭവിച്ചു. തെറാപ്പി സെക്ഷൻ ഫുള്ള് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയ സമയത്ത് എനിക്ക് കാൽ മുതൽ തല വരെ തണുപ്പ് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ വന്നത് കണ്ണൂരിലുള്ള സക്സസ് വാലി കൗൺസിലിംഗ് സെൻ്ററിൽ നിന്നാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ചെയ്ത് തുടങ്ങും, പക്ഷേങ്കിൽ അത് പിന്നെയും ബാക്കോട്ടേക്ക് എന്നെ വലിക്കും. അങ്ങനെ വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിച്ചത്. ആ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണോ മരണത്തിനും ജീവിതത്തിനുമുള്ള ആ നടുക്കുള്ള ഒരു നൂൽപ്പാലം. ആ നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിലൂടെ ഇതിൻ്റെ പരസ്യം കണ്ടത്. ആ പരസ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ച് ഞാൻ ഒരു കൗൺസിലിംഗ് ഞാൻ ബുക്ക് ചെയ്തു. അവിടെ പോയി അവിടുന്ന് കിട്ടിയ ആ സംസാരം, അവിടുന്ന് കിട്ടിയ കൗൺസിലിങ്ങും, അവിടുന്ന് കിട്ടിയ അവരുടെ ആ തെറാപ്പി,
ആ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ, ആ വേസ്റ്റ് ചിന്തകൾ മാറി. ഞാൻ ഇത്രയും കാലം അയ്യോ ഇതെത്രയും ചിന്തിച്ച് ഞാൻ കൂട്ടിയിട്ട് വെറുതെയെങ്കിലും ദുഃഖിച്ച് ഇരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ ആളെ പോയിട്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഞാൻ കവിതയിൽ എഴുതുന്നുണ്ട്, മുന്നേ കവിതയിൽ എഴുതുന്നുണ്ട്. പക്ഷെ ആ കവിതയൊന്നും ഒരാളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യില്ല. പക്ഷെ ആ പേടിയാണ് എനിക്ക്. ഞാൻ എഴുതി ശരിയാണോ, ഞാൻ എഴുതുന്നത് പിന്നെ തെറ്റാണോ, അല്ല ആരും പറയോ ഇത് കുറവല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കലാണ്. അപ്പം ഈ സാധനം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഇത് എനിക്ക് ആ പിന്നെ കൗൺസിലിങ്ങിന് പോയാലാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ എൻ്റെ കവിതകളായാലും എൻ്റെ ബാക്കി കാര്യങ്ങൾ എഴുത്തായാലും വായനയായാലും എല്ലാം കൂടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത്, ഞാൻ അച്ഛനോടൊന്നും സംസാരിക്കൽ പോലുമില്ല. അച്ഛനോട് ഞാൻ അപൂർവമായിട്ട് സംസാരിക്കും. അച്ഛനെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അപ്പം തന്നെ അതങ്ങ് വിട്ട് പിന്നെ അധികം കൂടുതൽ സംസാരം കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ ആരായാലും അങ്ങനെ തന്നെ ഒരു പേടിയായിരുന്നു, എല്ലാവരോടും ഒരു പേടി. എന്തിനാണ് ആ പേടി എന്നുള്ളത് എനിക്കറിയില്ല, എന്തിനാ പേടി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഒരു ഭയം. പക്ഷേ തെറാപ്പിക്ക് വന്നപ്പോൾ, തെറാപ്പി ചെയ്തപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെല്ലാം മാഞ്ഞുപോയി. എനിക്ക് ഒരു സുഖം, എന്താണ് പാറി നടക്കാനുള്ള ഒരു എനർജിയാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത്. ഇതെല്ലാം കിട്ടിയത് സക്സസ് വാലി പോയപ്പോഴാണ്. എൻ്റെ പേര് അദ്നാൻ. ഞാൻ തിരൂർ സക്സസ് വാലി കൗൺസിലിംഗ് വന്നപ്പോൾ കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഉഷാറായി. തെറാപ്പിയിലൂടെ കുറേ മാറ്റങ്ങളുണ്ടായത്. ഞാനും അനിയത്തി വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ തെറാപ്പി ചെയ്തോടെ എല്ലാം ഉഷാറായി. ഒക്കെ അനിയത്തിനെ തീരെ കണ്ടെടുത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് തെറാപ്പി ചെയ്തോടെ എല്ലാം ഉഷാറായി. ഞാൻ തളിപ്പറമ്പിലാണ് ജസീഖാനൊക്കെ ഫസ്റ്റ് കാണുന്നത്. തെറാപ്പി ചെയ്തപ്പോൾ കുറച്ച് ഒരു കൂൾ മൈൻഡായി, ഒരു ഫ്രീഡം കിട്ടിയ പോലെ. ജസീഖാന മുമ്പേ അറിയുന്നതിന് 2-3 പ്രാവശ്യം കണ്ടിട്ട് അടിപൊളിയാണ്. തെറാപ്പിയിൽ നല്ല മനസ്സിലാകുന്ന രീതി തന്നെ ഉണ്ട്. ക്ലാസ്സെല്ലാം നല്ല അടിപൊളിയാണ്. ഞാനിത് തെറാപ്പി ചെയ്യുമ്പോൾ ദേഷ്യമാണ് എടുത്തത്. തെറാപ്പി ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നല്ല ഒരു ആശ്വാസമുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായ കുറേ പ്രയാസങ്ങളും സംസാരങ്ങളും ടോർച്ചറി പരിഗണനയില്ലായ്മ ഇങ്ങനെ കുറേ വിഷയങ്ങളായിരുന്നു അത് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അത് മൊത്തം ഒന്നായിട്ട് എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കിയിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇതെന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്കത് ചെയ്ത് കഴിഞ്ഞല്ലോ എക്സ്പീരിയൻസ് വീണ്ടും ഇത് നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ നമുക്കിതിന് എന്തെങ്കിലും ഒരു എഫക്റ്റ് പിന്നെ കിട്ടുന്നുണ്ടോ, അതായത് കോഡ് എടുത്ത് ഒഴിവാക്കി എന്നാൽ നമുക്കിനി വരുന്ന ഇമോഷൻ ബിഹേവിയർ അത് ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും അതിനുശേഷം പല സമയങ്ങളിലായിട്ട് ഇത് ടെസ്റ്റ് ചെയ്തു. കാരണം വീക്കിലും ദിവസങ്ങളിലായിട്ട് ശേഷം കാരണം ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഓർക്കുമ്പോൾ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് എന്നല്ലാതെ എന്നെ എവിടെയോ അകലെയാണ് എല്ലതും ഉള്ളത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഇമോഷൻ വർക്കൗട്ട് ആവുന്നില്ല, ബിഹേവിയർ ഉണ്ടാവുന്നില്ല, അങ്ങനെ മാറ്റം വന്നു. പിന്നെ അത് ഞാൻ ആഴ്ചയിൽ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതാവെ തന്നെ. പിന്നെ എന്നെ ഇത് വിളിച്ചത് മുക്കം അക്യൂഷനിലുള്ള ഒരു സുനീർ സാറാണ്. സുനീർ സാറും സുഫിയാൻ സാറും കൂടിയാണ് എന്നെ ഇവരുടെ അടുത്തേക്ക് വിടുന്നത്. ഞാൻ പിന്നെ ഇതിനു മുമ്പ് പിന്നെ കണ്ണൂരാണ് പിന്നെ അദ്ദേഹമായിട്ട് 1-2 തവണ മീറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന തന്നെ പിന്നെ ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണെന്ന് എനിക്കൊരു ചെറിയൊരു ബോധമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 5-6 ആളെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഈ ഒരു കോൺഫിഡൻറ്റ് എനിക്കിപ്പോൾ കിട്ടി. ജസീഖ് സാറിനും അവരെ കൊലീഗ്സിനും എല്ലാവിധ നന്ദികളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അല്ല, ഇത് ഞാൻ തമാശ പറഞ്ഞതല്ല, എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണിത്. മറ്റേ പിന്നെ ഒരാൾ എന്തെങ്കിലും സംസാരിക്കാൻ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു പെരുപ്പ് ഇങ്ങോട്ട് കഴിയും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഗുഡ് ഈവനിങ് ടു എവരിബഡി. ഞാൻ ഏകദേശം ഒരു 4 കൗൺസിലിംഗ് കഴിഞ്ഞാണ് തിരൂർ. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ജസീഖ് സാറിൻ്റെ ക്ലാസ് വളരെ നമുക്ക് ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത്രയും ആളുകളെ മനസ്സിനെ ഇത്രയും ഫോഴ്സ്ഫുള്ളായ ഒരു സൗണ്ടിലൂടെ നയിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വളരെയധികം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇത്തരം ക്ലാസ്സുകൾ ഇനിയും സംഘടിപ്പിക്കാനും ഉയർന്ന മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ ഈ സക്സസ് വാലി കൗൺസിലിംഗ് സെന്ററിൽ വന്ന് അവരെ ഓരോരുത്തരുടെയും ജീവിതം
ധന്യമാക്കി തീർക്കാനുള്ള അവസരങ്ങൾ സർവേശ്വരൻ ഇദ്ദേഹത്തിനും കൂട്ടാളികൾക്കും നൽകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ ബാക്കിയുള്ളതും കൂടി ഒഴിവാക്കണം. കാരണം വെച്ചാൽ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഉണ്ടായത് അതും കൂടി നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതിന് ഞാൻ പോയത് ഇതേപോലെ തിരൂരുള്ള മാഡത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത്. ഞാൻ സാറിന് സുഖമില്ലാത്തത് കൊണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ അത് ചെയ്തു. അത് കഴിഞ്ഞു. ഇപ്പം എനിക്കും അതുപോലെ തന്നെ വാപ്പയുടെ ഉമ്മയോടായാലും ഒരു അങ്ങനെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഓർക്കുക, അവർ പറയുന്നത് വെച്ചുമ്പോൾ എനിക്ക് ഉന്മേഷം വരുന്നില്ല. അവരിപ്പോൾ എന്നോട് എന്ത് പറഞ്ഞാൽ പോലും എനിക്ക് അങ്ങോട്ട് ഒരു റിയാക്റ്റ് അങ്ങോട്ടില്ല. ആ ഒരു അവസ്ഥ മാറി. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഈ NLPയുടെ തെറാപ്പിക്ക് വന്നതിന് ശേഷം എൻ്റെ വാപ്പയുടെ അടുത്ത് നല്ല മാറ്റം കാണാൻ തുടങ്ങി. കാരണം സ്നേഹത്തോടെ സംസാരിക്കുന്നു, കൂട്ടച്ചേർത്തിരിക്കുന്നു, പറയുന്നു. എന്നിലും വന്നിട്ടുണ്ട് മാറ്റം. കാരണം വെച്ചാൽ ഈ എൻ്റെ ബിഹേവിയറിലും ചേഞ്ച് വന്നല്ലോ, ഇമോഷൻ്റെ കാര്യം മാറ്റം വന്നു. അപ്പോൾ അവരിൽ നിന്നും മാറ്റം വന്നു. അവരിലും പിന്നെ വാപ്പ ഇരിക്കുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ വാപ്പയുടെ നിന്നും മാറ്റം വന്നു.